ഗുണനിലവാരമുള്ള എക്സ്റ്റൻഷൻ ബോക്സ് എല്ലാവരുടെയും വീട്ടിൽ കുറവാണ്. അപ്പോൾ ഇന്ന് അതുകൊണ്ടൊരു എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിനടുത്തുള്ള ഇലക്ട്രിക്കൽ കടയിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എക്സ്റ്റൻഷൻ ബോക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനിതിനൊരു MCB അഥവാ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറും കൂടി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഫ്യൂസ് പോലെയായിരിക്കും ഈ MCB. ആദ്യം തന്നെ ഈ MCB ഉറപ്പിക്കേണ്ട ബോക്സിൽ വയർ കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ഓട്ട ഇടണം. അതുപോലെ സ്വിച്ച് ബോർഡിലും ഒരു ഓട്ട ഇടണം. ഞാനത് സോൾഡറിങ് ആണ് വെച്ചിട്ടാണ് ഇട്ടത്. ഈ രണ്ട് ബോർഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മരക്കഷ്ണോ അല്ലെങ്കിൽ ഒരു പ്ലൈവുഡിൻ്റെ കഷ്ണം കാറ്റ് എടുക്കണം. ഈ രണ്ട് ബോർഡും സ്ക്രൂ വെച്ചിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓട്ട ഈ ബോർഡിലാദ്യം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്ക്രൂ തിരിച്ചിട്ട് ഇത് കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ രണ്ട് ബോർഡും ഇതിൽ ഉറപ്പിച്ച് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് സ്വിച്ച്. ഇതൊരു 1 വേ സ്വിച്ചാണ്. ഇത് വെച്ചിട്ട് 6 ആമ്പിയർ കറണ്ട് വരെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫേസ് വയർ എപ്പോഴും സ്വിച്ചിലേക്ക് ആയിരിക്കണം കണക്ഷൻ കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും സോക്കറ്റിലേക്ക് കൊടുക്കാൻ പാടില്ല. അത് ഭയങ്കര ഡേഞ്ചറാണ്. സാധാരണ ഫേസ് വയർ സ്വിച്ചിൻ്റെ താഴത്തെ ടെർമിനലാണ് കൊടുക്കുന്നത്. മുകളിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യും. ഇതാണ് 3 പിൻ പ്ലഗ് സോക്കറ്റ്. ഇതിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ന്യൂട്രൽ എപ്പോഴും സോക്കറ്റിൻ്റെ ഇടതുവശത്തായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ വലതുവശത്ത് സ്വിച്ചിൽ നിന്നും വരുന്ന കണക്ഷനാണ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ആലോചിച്ച് ചിന്തിക്കുകയൊന്നും ചെയ്യേണ്ട. ഈ സോക്കറ്റ് തിരിച്ചു വെക്കുമ്പം അതിൻ്റെ ടെർമിനലിൽ എഴുതി കാണിച്ചിട്ടുണ്ടാവും ഏതിനൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന്. എന്നിൻ്റെ അവിടെ ന്യൂട്രൽ വയറും L എന്ന് എഴുതിയെടുക്കുന്ന അവിടെ സ്വിച്ചിൽ നിന്ന് വരുന്ന വയറും അതുപോലെ E എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അവിടെ എർത്ത് വയറുമാണ് കൊടുക്കേണ്ടത്. അവിടെ E എന്നല്ലെങ്കിൽ വേറൊരു ചിഹ്നം കൂടി കാണും. ഈ ചിഹ്നമാണത്. അതിൻ്റെ അർത്ഥം എർത്ത് എന്നാണ്. ഇനി ഈ ബോർഡിൽ സ്വിച്ചും സോക്കറ്റും പിടിപ്പിക്കാം. അപ്പോൾ ഈ ബോർഡ് കാണുമ്പം ചില സ്ഥലങ്ങളിൽ കട്ട് കാണാം, ഒരു ചെറിയൊരു കട്ടിങ്. ആ സ്ഥലങ്ങൾ മുറിച്ച് മാറ്റിയത് നമുക്ക് സോക്കറ്റ് ഇതിൽ പിടിപ്പിക്കാൻ പറ്റും. ഇത് ശരിക്കും 4 സോക്കറ്റും 4 സ്വിച്ചും വെക്കുന്ന ഒരു ബോർഡാണ്. പക്ഷേ ഞാനിതിൽ 5 സോക്കറ്റും 3 സ്വിച്ചുമാണ് വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഭാഗം കൂടി അങ്ങ് മുറിച്ച് കളഞ്ഞു. എന്നിട്ട് ഇതിലെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചു, ഉറപ്പിച്ച് വെച്ചു. അതുപോലെ ഓരോ സോക്കറ്റിനും കറണ്ട് ഉണ്ടെങ്കിൽ ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു LED അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ LED കാണാൻ വേണ്ടി ചെറിയൊരു ഓട്ടോനെ ഉണ്ടാക്കുന്നുണ്ട് സോൾഡറിങ് ആണ് വെച്ചിട്ട്. ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ LED ആണ്. ചെറിയ LED 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്റർ സീരീസ് ആയി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ വയറിങ്ങിലേക്ക് പോവാം. ചിത്രത്തിൽ കാണുന്ന പോലെ ഞാൻ വയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വയർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നേരാവണ്ണം വയർ ചെയ്യണം. അഥവാ ഫേസ് ന്യൂട്രലും കാറ്റ് ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാം നിന്ന് കത്തും. അതുപോലെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ LED കണക്ട് ചെയ്യുമ്പോൾ സാധാരണ DC ആണെങ്കിൽ LEDക്ക് പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് കൊടുക്കണം. പക്ഷേങ്കിൽ ഇത് AC ആയതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും LED കൊടുക്കുക. 1 മെഗാ ഓം സീരീസ് റെസിസ്റ്റർ കണക്ട് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. ഏത് രീതിയിലും കൊടുക്കുക, സാധനം കത്തും. അങ്ങനെ വയറിങ് ഏകദേശം കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്കൊരു എക്സ്റ്റൻഷൻ വയർ വെക്കണം. ഇത് 3 കോർ കോപ്പർ കേബിളാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 1.5 mm² ആണ്. പക്ഷേങ്കിൽ 1 mm² എടുത്താൽ മതി, അതിൻ്റെ ധാരാളമാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ പുറത്തെ ഇൻസുലേഷൻ കളയണം, ആ കറുത്ത ഇൻസുലേഷൻ കളയണം. അപ്പോൾ അത് കളയുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ ഇൻസുലേഷൻ മുറിക്കുമ്പം അതിൻ്റെ ഉള്ളിലെ വയറിനൊന്നും പറ്റാൻ പാടില്ല. അഥവാ അതിൻ്റെ ഉള്ളിലെ വയർ മുറിഞ്ഞു പോയാൽ കുറച്ച് കാലം കഴിയുമ്പം ഫേസ് ന്യൂട്രലും കൂടി ഷോർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫേസ് വയറിന് ചുവപ്പ് കളറും ന്യൂട്രൽ വയറിന് കറുത്ത കളറും എർത്ത് വയറിന് പച്ച കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള കളർ കോഡ് വെച്ചിട്ട് വയർ ചെയ്യുകയാണെങ്കിൽ
നമുക്ക് പെട്ടെന്ന് കണക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ MCBയിൽ കൊടുക്കുന്നത് ഫേസ് വയർ മാത്രമാണ്. എർത്തും ന്യൂട്രലും നേരെ സ്വിച്ച് ബോർഡിലേക്ക് പോകുന്നുണ്ട്. അതിൽ MCB കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ MCBയുടെ താഴത്തെ ഭാഗത്ത് ഫേസ് വയർ കൊടുക്കണം. എന്നിട്ട് മുകളിലത്തെ ഭാഗത്ത് നിന്ന് സ്വിച്ച് ബോർഡിലോട്ടേക്ക് കണക്ഷൻ പോകണം. എന്നിട്ട് MCB എന്ന് വരുന്ന ഫേസ് വയർ എക്സ്റ്റൻഷൻ ബോക്സിലെ സ്വിച്ചിലെ താഴത്തെ ഏതെങ്കിലും ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം. ന്യൂട്രൽ വയർ സോക്കറ്റിൻ്റെ ഏതെങ്കിലും ഒരു ന്യൂട്രൽ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം. എർത്ത് വയർ സോക്കറ്റിൻ്റെ ഏതെങ്കിലും ഒരു എർത്ത് വയറിലേക്ക് കണക്ട് ചെയ്യണം. ഇത്രയായാൽ സ്വിച്ച് ബോർഡിൻ്റെ കണക്ഷനും കഴിഞ്ഞു. ഇനി ആകെ വേണ്ടത് എക്സ്റ്റൻഷൻ വയറിൻ്റെ അങ്ങേ തലക്കൊരു പ്ലഗ് പിടിപ്പിക്കണം എന്നുള്ളതാണ്. ഈ പ്ലഗ് പിടിപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അതിൽ എഴുതിയിട്ടുണ്ടാവും ഫേസ് എവിടെയാണ് പിടിപ്പിക്കേണ്ടത്, ന്യൂട്രൽ എവിടെയാണ് പിടിപ്പിക്കേണ്ടത്, എർത്ത് എവിടെയാണ് പിടിപ്പിക്കേണ്ടതെന്ന്. ആ രീതിയിൽ നോക്കി തന്നെ ചെയ്യണം. അപ്പോൾ അവിടെ മാറിപ്പോയാൽ നമ്മുടെ സ്വിച്ചിലെ തന്നെ ഫേസ് ന്യൂട്രൽ മാറിപ്പോവും. അതുകൊണ്ട് പ്ലഗിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് നേരാവണ്ണം നോക്കി കൊടുക്കണം. അങ്ങനെ എല്ലാം പിടിപ്പിച്ചു. ഇനി നമുക്കിത് കറണ്ട് കുത്തി നോക്കാം. ഈ സംഭവം കറണ്ട് കുത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ കൊടുത്ത LED വേണ്ടത്ര പ്രകാശമില്ല. ഇത് ഇരുട്ടത്ത് വെച്ചിട്ട് ഓണാക്കുമ്പം ലൈറ്റ് കാണുന്നുണ്ട്, അല്ലാണ്ട് പകലൊക്കെ ഓണാക്കി നോക്കുവാണെങ്കിൽ ഇതിൽ ലൈറ്റ് കാണുന്നില്ല. ഇനി വേറെ കളർ LED എടുത്താൽ ശരിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഒരു കളർ LED സെറ്റാക്കി വെച്ചു. എന്നിട്ട് അതെല്ലാം ഞാൻ വീണ്ടും കണക്ട് ചെയ്തു, നേരത്തെ കണക്ട് ചെയ്ത പോലെ. എന്നിട്ടും ലൈറ്റൊന്നും കാണുന്നില്ല. അതുപോലെ ചില സമയത്ത് ഈ ചെറിയ LED അടിച്ചു പോവുകയും ചെയ്യുന്നു. അവസാനം ഞാൻ സാധാ വലിയ LED എടുത്തിട്ട് 1 മെഗാ ഓം സീരീസായി കണക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ സാധനം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം ഇത്രയും LED ചെയ്തപ്പോഴേക്കും ഞാൻ ക്ഷമയുടെ നെല്ലിപ്പല എത്തിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാനൊന്നും നിന്നില്ല. പെട്ടെന്ന് അങ്ങനെ കയറ്റി ചെയ്തു. എന്നിട്ട് അങ്ങനെ സാധനം ഓണാക്കി വെക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ലൈറ്റ് എടുത്തിട്ടുണ്ട്. പച്ച കളറുണ്ട്, നീല കളറുണ്ട്. ഇത്രയും സാധനങ്ങൾ മേടിച്ചപ്പോഴേക്കും 1,600 രൂപയായി. അപ്പോൾ ഇതിൽ MCB ഒഴിവാക്കിയാൽ 390 രൂപയ്ക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇത്രയും സാധനങ്ങൾ എനിക്ക് മേടിച്ചു തന്ന ശ്രാവൺ സാറിനെ ഞാൻ വല്ലാണ്ട് അങ്ങ് ഓർക്കുന്നു. ഇനിയും ഇതുപോലെ സാധനങ്ങൾ മേടിച്ചു തരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പിന്നെ കാണാം.